അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നിങ്ങളിങ്ങനെ വീഡിയോ കാണുന്നില്ലേ? അതായത് നമ്മുടെ അയൽരാജ്യം എന്നൊക്കെ പറയാം, ഈ അമേരിക്ക എന്ന് പറയുന്ന ട്രംപൊക്കെ ഒരു വീരവാദം മുഴക്കിയിരുന്നു. അതായത് ഫലസ്തീനികളെയൊക്കെ ആകെ ആക്രമിക്കുന്ന എല്ലാം കൊണ്ടും മുസ്ലിം സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിയരും മറ്റുമൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് ആകെ ഇടങ്ങേറും കോലാഹലമൊക്കെ ആക്കിയപ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ പല ഹമാസ് മറ്റുള്ള ടീമുകളെയൊക്കെ ബന്ദികളാക്കി അവരെയൊക്കെ ഒന്നുമല്ലാതാക്കി കളയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനികൾ എത്തിയപ്പോൾ ട്രംപ് പറഞ്ഞൊരു വാക്യമുണ്ട്, അവരെ വിട്ടയച്ചില്ലെങ്കിൽ നരകം പോലെയാക്കി കളയുമെന്നാണ് പറഞ്ഞ്. നിങ്ങൾ നോക്കിയേ, അവിടെയൊക്കെ കൂട്ടക്കുരുതിയും മറ്റുമൊക്കെ നടത്തി. എന്നാൽ അമേരിക്കയുടെ ആ ഒരു ഭാഗം ശരിക്കും ആയുധങ്ങളില്ലാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഡയറക്റ്റ് അവിടെ നരകം പോലെ ആക്കി മാറ്റിയിരിക്കുക. നരകം പോലെ നല്ലൊരു നരകം തന്നെ ആക്കി മാറ്റി എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കിയേ, അള്ളാഹുവിൻ്റെ ദീനിനോട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ ദീനിൻ്റെ സ്തംഭങ്ങളോടൊക്കെ ഇല്ലായ്മ ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും ആര് തുനിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി നൽകിയിട്ടേ ഉള്ളൂ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എന്താ തെളിവ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന കാണാം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. പരിശുദ്ധമായ കഅബയും കഅബത്തിങ്കിലുള്ളവരെയും ഒക്കെ നശിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആനസംഘം എന്ന് പറയുന്നത്. ആനക്കലഹ വർഷം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഈ ആനസംഘത്തെ അല്ലാഹു തആല നശിപ്പിച്ചൊരു കോലമുണ്ട്. അവിടെയുള്ളവരൊക്കെ ഉപദ്രവിക്കുകയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കഅബ പൊളിക്കാൻ വേണ്ടി വരികയും ചെയ്തപ്പോൾ നിസ്സാരമായ ചെറിയ ചെറിയ കിളികളെ കൊണ്ട് വട്ടം ചുറ്റി പറന്ന് ആ കിളികളുടെ കൊക്കിലും കാലുകളിലുമായി ഉണ്ടായിരുന്ന ചെറിയ കടലയേക്കാൾ ചെറുതും പയറിനേക്കാൾ ഇച്ചിരി വലിപ്പവുമുള്ള കല്ലുകൾ അത് താഴേക്കെറിയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ പക്ഷികളെ അല്ലാഹു അയക്കാൻ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽന. ആ പക്ഷികളിൽ നിന്ന്, കൊക്കുകളിൽ നിന്ന്, കാലുകളിൽ നിന്ന് വിട്ട കല്ലുകൾ അവരുടെ മൂർധാവിലാണ് പതിക്കുന്നത്. അതിലേക്ക് കയറി അവരിങ്ങനെ കത്തി നശിക്കുകയാണ്, ഉരുകിത്തീരാണ്. അള്ളാഹു സെക്കൻഡിന്റെ ഒരു അംശം മതി തിരിച്ചടി നൽകാൻ. അഹങ്കരിക്കരുത്. എനിക്ക് സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ വലുതാണ്, ഞാൻ പറഞ്ഞ അതൊക്കെ നടക്കും എന്ന് കരുതി അഹങ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് രാജാധിരാജൻ. അവന് സെക്കൻഡുകൾ വേണ്ട ഇല്ലായ്മ ചെയ്യാൻ. വെറുതെ അള്ളാഹു താല ആരെയും ശിക്ഷിക്കൂല എന്ന് കാരണങ്ങൾ വേണം. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. ഇത് കണ്ടിട്ടാരും തുള്ളാൻ നിൽക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.